അപ്പോളേ നമുക്ക് ദിൽഷൻ്റെ നിക്കാഹാണല്ലോ. നിക്കാൻ്റെ തലേന്നത്തെ രാത്രിക്കത്തെ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ദാ ചെറുക്കന്മാരൊക്കെ സ്റ്റേജിൽ നിക്കാൻ്റെ അന്ന് കളിക്കാനുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഫോണുകൊണ്ട് വരുന്ന കാണുമ്പോൾ തന്നെ എൻ്റെ മനു അവിടുന്ന് പെട്ടെന്ന് മുങ്ങട്ടോ. ഓന് യൂട്യൂബിലിടാനാണ് എന്ന് ഡൗട്ട് അടിച്ച് അപ്പം മുങ്ങും. അനുവിന് പിന്നെ ആ കുഴപ്പമൊന്നുമില്ല. ഓൻ എൻ്റെ കൂടെ കട്ടൊക്കെ ഉണ്ടാവും എല്ലാ കാര്യത്തിനും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദിൽഷനെ ഞങ്ങൾ ചെറിയൊരു പുതിയണ്ണൊക്കെ ആക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ. നിക്കാഹ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരൊന്നും തലേന്ന് നമ്മളെ വീട്ടിൽ പരിപാടിയൊന്നുമില്ല. നമ്മൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പുതിയ ലുക്ക് വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിരുന്നു. ഞാൻ വലിയ മെഹന്തി ആർട്ടിസ്റ്റൊന്നും അല്ല കേട്ടോ, ചെറുതായിട്ടൊക്കെ വരക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ മതി, നിക്കായിന് ഇങ്ങനെയൊക്കെ മതി, നമുക്ക് കല്യാണത്തിന് പൊളിക്കാന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ചെറുതായിട്ടൊക്കെ ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഫിദമോളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഫിദമോൾ എൻ്റെ പോലെ നന്നായിട്ട് മൈലാഞ്ചി ഇടും കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇട്ട് കാണാൻ. മോണ്ടനൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എല്ലാവരും കണ്ടാലും അവന് ഭയങ്കര സന്തോഷമാണ്. അല്ലൂബി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ വീട്ടിൽ ഞാൻ പറയലുണ്ട്, ഞങ്ങളെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ മാത്രം, മക്കളും മരുമക്കളും പേരക്കുട്ടികളും കൂടിയാൽ തന്നെ കുറേ ആൾക്കാരാണെന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓളെ വന്നൊക്കെ ഒക്കെ റെഡിയാക്കണോ നോക്കണോ ഇരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഈ നിക്കാഹ് കല്യാണമൊക്കെ ആകുമ്പോൾ പുതിയാപ്പിളാരെക്കാട്ടിലും പുതിയണ്ണാൾക്ക് ആൾക്കാരും ഒരു ഇതുണ്ടാവുക. കാരണം ഓല് മാറ്റി ഒരുങ്ങിയൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വരും നോക്കും കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇതാക്കാരം. ചെറുക്കന്മാർക്ക് അങ്ങനെയല്ലല്ലോ, ഓൽക്ക് ഓടലും മണ്ടലും ഭാഷയിലും വലുതായിട്ടില്ല കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ അല്ലേ ചെയ്യാൻ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ചമ്മൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോട്ടോ എടുക്കല്ലേ അങ്ങോട്ട് പിടിച്ചിരുത്തിങ്ങാണ്ട് ഒരു വീഡിയോ അങ്ങോട്ട് എടുത്തിട്ടോ. അപ്പോൾ എല്ലാവരും കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നല്ല ചിക്കൻ ബിരിയാണിയും തൈരും അച്ചാറും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീണ്ടും മൈലാഞ്ചറിൽ വീണ്ടും പുരോഗമിച്ചും കൊണ്ടേ ഇരിക്കുകയാണ്, കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് കൊടുന്നു കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നിക്കാഹിൻ്റെ അന്ന് ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒക്കെ അങ്ങനെയാണല്ലോ, തലേന്ന് തന്നെ നമുക്ക് ഡ്രസ്സ് കൊണ്ടു കൊടുക്കും. അതുകൊണ്ട് പിന്നെ രാവിലെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല, തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പണ്ടൊക്കെ മാറ്റിക്കാൻ തന്നെ കുറേ ടൈം വേണ്ടി വന്നിരുന്നല്ലോ അല്ലേ. നമ്മളെ യൂട്യൂബ് ചാനലിനെ കുറ്റം പറയുന്ന ആൾക്കാരെ ഞാൻ പരസ്യമാക്കിയിട്ടൊന്നും അങ്ങോട്ട് ഇവനെ പിടിച്ച് നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ കല്യാണ വിശേഷമായിട്ട് വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു.